എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് ഉള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധികം ബഡ്ജറ്റല്ലാത്ത പ്രധാന മെയിൻ ബസ് റൂട്ട്, മെയിൻ ടാറിംഗ് റോഡിനോടൊക്കെ ചേർന്ന് അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീടും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പൂർണ്ണമായും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വീട് നിങ്ങൾ കാണുവാൻ വരുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും മുക്കും മൂലയും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പകർത്തിയിട്ടുണ്ട്. യഥാർത്ഥ വസ്തുത, വീടും സ്ഥലത്തിൻ്റെയും യഥാർത്ഥ വസ്തുത, യഥാർത്ഥ വിവരണം, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വീടും സ്ഥലവും ഒക്കെ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഏരിയയും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വരേണ്ടതുള്ളൂ. ഈ വീടിന് മറ്റൊരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം ഞാൻ കൂട്ടിച്ചേർക്കാം എന്നുള്ളത് കൊണ്ട് വീട് പരിസര ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുക. വീടിൻ്റെ ഉമ്മറത്തേക്ക് തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് അധികം പഴക്കമില്ലാത്ത, അധികം ബഡ്ജറ്റല്ലാത്ത ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള, ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രം, വീടിൻ്റെ വളരെ ചെറിയ ഒരു റേറ്റ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടി ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവിനൊക്കെയും വീഡിയോകൾ സ്ഥലം വാങ്ങാനുള്ളവർക്കാണെങ്കിലും വിൽക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ ബഡ്ജറ്റിലാണോ നിങ്ങൾ വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, വീടായാലും സ്ഥലമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ആഗ്രഹിക്കുന്ന റേറ്റിൽ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ചാനലിലെ ലക്ഷ്യം. നമ്മൾ മാക്സിമം വഴിയുള്ള, വെള്ളമുള്ള, വെളിച്ചമുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ആണ് മാക്സിമം നമ്മൾ ഈ ചാനലിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ റയറായിട്ടാണ് വഴിയൊക്കെ കുറഞ്ഞിട്ടുള്ളതും. അതുപോലെ അത് മാക്സിമം നമ്മുടെ അടുത്ത് വന്ന് അവർക്ക് സാമ്പത്തിക അത്യാവശ്യ കാര്യങ്ങളൊക്കെ വളരെ പറയുമ്പോൾ മാത്രമാണ് മാക്സിമം. ഇനി ആരെങ്കിലും അത്തരത്തിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അത്തരത്തിലുള്ള കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള മാക്സിമം ടാറിംഗ് റോഡ് അല്ലെങ്കിൽ നല്ല ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന റോഡുകളൊക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഇതുവരെ കൂടുതൽ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ വീടിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മനക്കൊടി പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 6.5-7 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ. അതുപോലെ തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി മനക്കൊടി ജംഗ്ഷൻ, തൃപ്രയാർ വാടാനപ്പള്ളി ചാവക്കാട് പോകുന്ന മനക്കൊടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം 1-1.5 മാക്സിമം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീടും സ്ഥലവും വരുന്നത്. ഈ ഹൈവേ പോകുന്നത്, ഈ പ്രധാന റോഡ് പോകുന്നത് മനക്കൊടിയിൽ നിന്നും പുള്ള് വഴി തൃപ്രയാർക്ക്, പെരിങ്ങോട്ടുകര നാലുംകൂടി സെൻറ്റർ വഴി തൃപ്രയാർക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡാണ്. അവിടെ നിന്നും ഡൈവേർട്ടായിട്ട് അമ്മാടം, കോടന്നൂർ വഴി ചേർപ്പ്, ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർക്കൊക്കെ പോകുവാൻ സാധിക്കുന്ന മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും ഉള്ളത്.
ഈ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിനൊക്കെ ഉള്ളിൽ തന്നെയായിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതുപോലെ തന്നെ മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലം, അങ്ങനെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീട് ഏകദേശം 4 സെൻറ്റും 100 ലിങ്സും 400 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 1350 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, അതുപോലെ തന്നെ കിച്ചൺ, വർക്ക് ഏരിയയിൽ വേറൊരു പുതിയ രീതിയിലുള്ളൊരു കിച്ചൺ കാര്യങ്ങളൊക്കെയും, അതുപോലെ തന്നെ സൈഡിലേക്ക് നീങ്ങിയിട്ടൊരു കോമൺ ബാത്റൂം, അതിനോട് ചേർന്നിട്ടൊരു വർക്ക് ഏരിയ. ഈ വീടിൻ്റെ ചുറ്റുപാടിലെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നിങ്ങൾ മുന്നേ കണ്ട പോലെയുള്ള സ്ഥലം ഉള്ളത്. ബാക്കി ഈ വീട് 400 സെൻറ്റ് സ്ഥലത്തിൽ മുഴുവൻ ഭാഗത്തും വീടാണ്. ബാക്ക് സൈഡിലും വീട് ഭാഗത്ത് ഏറ്റവും ബാക്ക് സൈഡിൽ കൂട്ടിയെടുത്ത് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുത്തിട്ടുള്ള ഒരു വീടാണ്. 400 സെൻറ്റ് സ്ഥലത്തിൽ 1350 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വീടിന് ഉദ്ദേശിക്കുന്ന വില, മെയിൻ ബസ് റൂട്ട്, മെയിൻ ടാറിംഗ് റോഡ്, മെയിൻ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 34 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീട് ഞാൻ മുൻപേ വീഡിയോയിൽ പൂർണ്ണമായും വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു. വീട് സ്ഥലത്തിൽ ഫുള്ളായിട്ടാണ് വീട് നിൽക്കുന്നത്. 2 സൈഡിലും നോടൊക്കെ ചേർന്ന്, അതുപോലെ ബാക്ക് സൈഡിനോടൊക്കെ ചേർത്തിയിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ബാക്കിൽ കുറച്ച് ഭാഗത്തേക്കുള്ളത് പുതിയ അടുക്കള എന്നുള്ള രീതിയിൽ വർക്ക് ഏരിയ ഇറക്കി കൂട്ടി എടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാന മെയിൻ ബസ് റൂട്ട്, മെയിൻ ഹൈവേ, അതുപോലെ ഇവിടെ നിന്നും 2-3 പ്രധാനപ്പെട്ട തൃപ്രയാർക്ക്, അമ്മാടം, കോടന്നൂർ, അതുപോലെ മെയിൻ ബസ് റൂട്ടിൽ അടുത്തായ വീടായ കാരണം ഈ വീടിനോട് ചേർന്ന് വല്ല ഷോപ്പ് നടത്തുവാനോ മറ്റെന്ത് ആവശ്യങ്ങൾക്കോ കട റൂമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവട സാധ്യത നടത്താൻ സാധിക്കുന്ന ഒരു വീടാണ്. വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. അധികം ബഡ്ജറ്റല്ലാത്ത ഒരു വീടാണ്. ഈ വീടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുമായി പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.